കൃഷിവെള്ളത്തെ കൊള്ളയടിച്ച, കുടിവെള്ളത്തെ കൊള്ളയടിച്ച, മണ്ണും ജലവും മലിനമാക്കിയ കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ.
കോളേജ് നിങ്ങൾ എന്ത് വേണമെങ്കിൽ സമരം നടത്തിക്കൊള്ളും, എത്ര വേണമെങ്കിൽ സഹായം ചെയ്യാം, നിങ്ങൾ എവിടെ വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളെ, പിന്നെ നിയമപരമായിട്ട് മുന്നോട്ട് പോകരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയും കൂടെ അദ്ദേഹത്തോടൊപ്പം വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത്. കമ്പനിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക രാഷ്ട്രീയക്കാരുടെ അത് രാഷ്ട്രീയക്കാരുടെ നിലപാടിൽ വന്നിട്ടുള്ള ഒരു വലിയ മാറ്റമാണ്. അത് നമ്മുടെ സമൂഹത്തിൽ ചെയ്യുന്നത്, ജനങ്ങൾക്ക് ചെയ്യുന്നത് ദ്രോഹം തന്നെയാണ്. ഇതൊരു ലോകത്ത് മൊത്തം നോക്കുമ്പോൾ കമ്പനിയെ മുട്ടുകുത്തിച്ച ഒരു വലിയ സമരം തന്നെയാണ്. അതൊരു ചെറിയ പ്ലാച്ചിപ്പട പോലുള്ളൊരു ചെറിയ അക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത പാവപ്പെട്ട ഒരു ജനത നടത്തിയ ഒരു വലിയ സമരമാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ ഇത് ഏറ്റവും വലിയ വിജയം തന്നെ. പ്ലാച്ചിമണിയിലെ മാലിന്യങ്ങൾ മാലിന്യം പുറന്തള്ളിയുണ്ടല്ലോ, അത് സംസ്കരിക്കലെ 100 ഇരട്ടി എഫക്റ്റീവായിട്ടുള്ള പറഞ്ഞാൽ ദുരിതമുണ്ടാക്കുന്ന ഒരു സംസ്കരണമാണ്, മാലിന്യങ്ങളാണ് ഇവർ പുറന്തള്ളുന്നത്. അപ്പോൾ ഇത് എവിടെ കൊണ്ട് ഇത് മാത്രമല്ല, കർഷകരും കർഷക തൊഴിലാളികളുമാണ് അവിടെ ഇരകളാകാൻ പോകുന്നത്. സമരം എന്ന് പറഞ്ഞാൽ കൊക്കക്കോള ഇപ്പോൾ മാരിയപ്പണ്ണനൊരു തുറന്ന പ്രശ്നമുണ്ടായിരുന്നു ഇതിൽ. കൊക്കക്കോള സമരം നടത്തിക്കോട്ടെ, അപ്പോൾ അവർക്ക് വേണ്ടി ഒരു പദ്ധതിയൊക്കെ നടപ്പിലാക്കി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കൊക്കക്കോളയുടെ പ്രതിനിധി അദ്ദേഹത്തെ സമീപിച്ചെന്നും, അപ്പോൾ അദ്ദേഹം അതിന് തയ്യാറായില്ലെന്നൊക്കെയാണ് പറയുന്നത്. അത് എത്ര ശരിയുണ്ടെന്ന് ഞാനത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വാർത്ത ആദ്യമായിട്ട് ഞാനത് റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ അത് എത്രത്തോളം ശരിയുണ്ടെന്ന് എനിക്കറിയില്ല, അത് അവർ തന്നെ പറയേണ്ടി വരും. അപ്പോൾ പക്ഷേ അങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ ഉണ്ടാകും. കോള നിങ്ങൾ എന്ത് വേണമെങ്കിൽ സമരം നടത്തിക്കൊള്ളും, എത്ര വേണമെങ്കിൽ സഹായം ചെയ്യാം, നിങ്ങൾ എവിടെ വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളെ, പിന്നെ നിയമപരമായിട്ട് മുന്നോട്ട് പോകരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയും കൂടെ അദ്ദേഹത്തോടൊപ്പം വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത്. അതെന്താ വെച്ചാൽ നിയമപരമായിട്ട് ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അത് ഡോക്യുമെൻ്റായി രേഖാമൂലമാകുമ്പോൾ കൊക്കക്കോളയ്ക്ക് ഒന്നും നിഷേധിക്കാൻ പറ്റില്ല. അങ്ങനെ സംഭവം ഉണ്ടാവും. അപ്പം അതും സംഭവം ഉണ്ടായിട്ടുണ്ടാവും. മാവോയിസ്റ്റ് പറഞ്ഞ് സായിബാബയൊക്കെ വന്ന ഒരു കാലം ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ കൊണ്ട് ഇതിൽ മാവോയിസ്റ്റ് വന്നതെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അന്നൊന്നും ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. അന്നൊന്നും ഈ സമരത്തിൻ്റെ പോലെ പല ആളുകളും വരുമല്ലോ. സമരം എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു അന്താരാഷ്ട്ര സമരമായി മാറുമ്പോൾ പല ഭാഗത്തുനിന്നും പല ആൾക്കാരും വരും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഓരോരുത്തർക്കും ഒരു ലക്ഷ്യം ഉണ്ടാവും. ആ ലക്ഷ്യത്തിലേക്ക് ഈ സമരത്തെ കൊണ്ടുപോകേണ്ട ഒരവസ്ഥ അതും ഉണ്ടാവും. അങ്ങനെ കുറേ ആൾക്കാർ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ മറ്റേ ഐക്യദാർഢ്യ സമിതിയിൽ നിന്ന് കുറേ പേര് പോയിട്ടുണ്ട്. അവർക്ക് ലക്ഷ്യം നിറവേറ്റാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഇതുപോലുള്ള ചില ഗ്രൂപ്പുകളൊന്നും ഇപ്പോൾ ഇല്ല. ഇത് സമരത്തിനൂടെ ഒന്നുമില്ല. അല്ലെങ്കിൽ കുറേ എപ്പോഴും നിൽക്കുന്ന ഒരേ ഗ്രൂപ്പാണ് ഇപ്പോഴുള്ളൂ. അല്ലാത്ത അന്നത്തെ പോലെ അവർ ചില പ്രാപ്തികളുണ്ടാവും. അത് ചിലപ്പോൾ അവർക്ക് അതിലൂടെ നേടാൻ പറ്റിയില്ലെങ്കിൽ അതിനകത്ത് അവർ വിട്ടുപോയിട്ടുണ്ടാവും. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഈ 160 തുടക്കത്തിലുണ്ടായിരുന്ന ആൾക്കാരൊന്നും സന്നദ്ധ സംഘടനകളും ഇപ്പോൾ ഇല്ലേ, ഐക്യദാർഢ്യ സമിതിയിലില്ല. സമരം നമ്മുടെ ഒരു അവകാശത്തിന് വേണ്ടിയിട്ടാണല്ലോ സമരം നടത്തുന്നത്. അവകാശ സമരം എന്ന നിലയ്ക്ക് അവർക്ക് അവരുടെ നഷ്ടപ്പെട്ട കാര്യങ്ങളിൽ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നാം ഘട്ട സമരം നടത്തി. അത് അങ്ങനെയാണ്. ഈ സമരത്തിൻ്റെ ഒരു സമ്മർദ്ദം മൂലമാണ് ഇത് പൂട്ടാൻ നിർബന്ധരാകുന്നത്. അല്ലെങ്കിൽ ലൈസൻസ് പിൻവലിക്കാൻ പഞ്ചായത്തിനൊക്കെ ഇത് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഇതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഈ നഷ്ടപരിഹാരം എന്നുള്ളത് അവരുടെ അവകാശമാണ്. അപ്പോൾ അവർക്ക് അവകാശം ഉണ്ടാവില്ല. എൻ്റെ ഭൂമി ഇത്ര നഷ്ടപ്പെട്ടു, എനിക്ക് ഇനി കൃഷി ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് 10 വർഷം മുതൽ ഇപ്പോൾ 4 വർഷം കമ്പനി 2000 പ്രവർത്തിച്ചു തുടങ്ങി, 2002 സമരം അടച്ചു, 2004 അടച്ചു. അതിനുശേഷം ഇവർക്ക് കൃഷി ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള ഒരു ഇതുണ്ട്. പല ഭാഗത്തുനിന്ന് അവർ ഉദ്ദേശിച്ച രീതിയിൽ കൃഷി വിളവില്ലായിരുന്നു. അപ്പോൾ നെല്ല് വിളഞ്ഞില്ല, അല്ലെങ്കിൽ പച്ചക്കറി വിളഞ്ഞില്ല, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും വിളഞ്ഞില്ല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അവർ ആ ഒരു ഇതിൽ അവരുടെ നഷ്ടപരിഹാരം ആവശ്യമാണെന്നുള്ളത് അവരുടെ അവകാശമാണ്, അത് ആവശ്യമാണ്. പക്ഷെ അതുകൊണ്ട് പക്ഷെ നമുക്ക് ഈ സമരത്തിൻ്റെ കൂടെ നിന്ന് വാങ്ങിക്കൊടുക്കേണ്ട ആ ഒരു ബാധ്യത നമ്മുടെ സമൂഹത്തിനുണ്ടല്ലോ. സമരസമിതിക്ക് മാത്രം നമ്മൾ പറയാൻ പറ്റും, സമൂഹത്തിനുണ്ട്. അവർക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അത് കൊടുക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. പക്ഷെ ഇത് വലിയൊരു ഈ കുടിവെള്ളം എന്ന് പറഞ്ഞാൽ
നമ്മുടെ ഒരു അവകാശമുണ്ട്, ഓരോ മനുഷ്യൻ്റെ അവകാശമാണ്. ആ അവകാശത്തിന്മേലൊരു സമരമായിരുന്നല്ലോ കൈവച്ചപ്പോൾ ഉണ്ടാകുന്നൊരു അതാണല്ലോ അവരുടെ ആദ്യത്തെ ഒന്നാം ഘട്ടം. രണ്ടാം ഘട്ടം അതിൽ നിന്നും അവർക്കുണ്ടായിട്ടുള്ള മാനസികമായിട്ടുള്ള ചില പീഡ, രോഗം, മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോഴും അത് രണ്ടാം ഘട്ടത്തിൽ അവർ ഉന്നയിച്ച അത് നഷ്ടപരിഹാരം തന്നെയാണ്. അതിന് വേണ്ടി സർക്കാരിനത് ബോധ്യപ്പെട്ടതുകൊണ്ടാണല്ലോ ഒരാൾ ഒരു കമ്മീഷനെ വയ്ക്കുകയും അദ്ദേഹം ഒരു പഠനം നടത്തി അദ്ദേഹം റിപ്പോർട്ട് കൊടുക്കുകയും ആ റിപ്പോർട്ട് പിന്നെ ഇവർ തന്നെ അംഗീകരിച്ചു. കേരളത്തിലെ നിയമസഭ മൊത്തം എല്ലാവരും ഒരു പാർട്ടിയും ഇല്ലാതെ എല്ലാവരും ഒന്നിച്ച് അംഗീകരിച്ച സാധനമാണല്ലോ അത്. ആ സാധനം എന്നിട്ട് അവിടെ പോയി അവിടെ തിരിച്ചു വരുന്നു. പിന്നീട് വരുന്നത് ഈ കമ്പനിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക, രാഷ്ട്രീയക്കാരുടെ നിലപാടിൽ വന്നിട്ടുള്ള ഒരു വലിയ മാറ്റമാണ്. അത് നമ്മുടെ സമൂഹത്തിൽ ചെയ്യുന്നത്, ജനങ്ങൾക്ക് ചെയ്യുന്നത് ദ്രോഹം തന്നെയാണ്. അതാണ് ആ രണ്ട് സമയത്തിനും കൂടെ പറയാനുള്ളത്. ഇത് അവരിപ്പോഴും സമരം ചെയ്യുന്നത് അവരുടെ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള സമരം തന്നെയാണ്. മറ്റത് തുടക്കത്തിലുണ്ടായിരുന്നത് അവർക്ക് വികാരമാണ്, അവരുടെ ഇത്. പിന്നെ ഇപ്പോൾ അവർ തിരിച്ചറിയുന്നത് വെള്ളം എൻ്റെ അവകാശമാണെന്നുള്ള തിരിച്ചറിവാണ് രണ്ടാം ഘട്ട സമയത്തിന് കൂടുതൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ നിൽക്കില്ലല്ലോ. ഇപ്പോൾ വെള്ളം എൻ്റെ അവകാശമാണ്, അത് എനിക്ക് മാത്രമല്ല ലോകത്ത് മൊത്തം ഒരു മനുഷ്യൻ്റെ അവകാശമാണെന്നുള്ള ഒരു തിരിച്ചറിവ് കുറേ പേരിലെങ്കിലും സമരം നടത്തിയതിൽ ഇതിലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് അവരിപ്പോഴും സമരത്തിന് അവിടെ വന്ന് 10 പേരെങ്കിലും 5 പേരെങ്കിലും 2 പേരെങ്കിലും ദിവസം ഇരിക്കുന്നത്. അതുകൊണ്ടൊരു ഇതാണ്. അപ്പോൾ അവർക്ക് നാളെ ഇത് പ്രതീക്ഷയുണ്ട്, ഇത് എന്തെങ്കിലും അതിനു വേണ്ടി നഷ്ടപ്പെട്ടതിൻ്റെ ഒരു പരിഹാരം അതിന് കിട്ടും എന്നുള്ള പ്രതീക്ഷയും കൂടെ അവർ മനസ്സിലുണ്ടാകും എന്നാണ് ഞാൻ പലരും സംസാരിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത്. ഒരാൾ കിട്ടിയില്ലെങ്കിൽ ഇനി ഇതുപോലൊരു സാധനം വേറെ ഒരു ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു ഇതും കൂടെ ആ ഒരു മെസ്സേജും കൂടെ പലരുടെ വർത്തമാനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതുപോലുള്ള ഒരു കുടിവെള്ളം നഷ്ടപ്പെടുത്തിക്കൊണ്ട് മനുഷ്യരുടെ അവകാശങ്ങൾ വേറെ കുത്തക കമ്പനികളുടെ ഈ കടന്നുകയറ്റം ഇല്ലാതാക്കണം എന്നുള്ളൊരു രീതിയിലേക്ക് ഈ സമരം കൊണ്ട് അവർ പഠിച്ചൊരു പാഠം അത്രയും വന്നു. ആ ജനതയ്ക്ക് അത്രയും ഒരു അറിവുണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ സമരം വലിയൊരു വിജയം തന്നെയാണ്. പക്ഷേ നമുക്ക് ഈ ഇങ്ങനെയുള്ള അവരുടെ ഇത് നഷ്ടപ്പെട്ടതിൻ്റെ ഇതിൽ കിട്ടാത്തത് കൊണ്ടുള്ള ഇതാണെങ്കിൽ അതൊരു വലിയ കഷ്ടപ്പാട് തന്നെയാണ്. എൻ്റെ ഒരു അവസ്ഥയിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എനിക്കിപ്പോൾ ഇത് സമരം പൂർണ്ണ വിജയം എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ സമരം ഇതൊരു ലോകത്ത് മൊത്തം നോക്കുമ്പോൾ കമ്പനിയെ മുട്ടുകുത്തിച്ച ഒരു വലിയ സമരം തന്നെയാണ്. അതൊരു ചെറിയ പ്ലാച്ചിപ്പട പോലുള്ളൊരു ചെറിയ അക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത പാവപ്പെട്ട ഒരു ജനത നടത്തിയ ഒരു വലിയ സമരമാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ ഇത് ഏറ്റവും വലിയ വിജയം തന്നെ. ലോകത്ത് ഒരു സമരവും ഇതുപോലെ വിജയിച്ചിട്ടില്ല. ഇത്രയും അതുകൊണ്ടാണല്ലോ ഇപ്പോഴും പല ആൾക്കാർ പഠിക്കാൻ വരുന്നുണ്ട് അവിടെ. പ്ലാച്ചിപ്പട സമരത്ത് തിസീസ് നടത്താൻ വേണ്ടിയിട്ട് വിദേശ സർവകലാശാല എന്നുള്ള സ്റ്റുഡൻസ് പലരും കുറേയൊക്കെ ആൾക്കാർ നിങ്ങൾ അന്ത അനുഭവങ്ങളൊന്നും പറയുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. നമ്മുടെ ഇവിടെ തന്നെ പഠിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും മൊത്തം നോക്കുമ്പോൾ അത് ഒരു വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ജലസംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരത്തിന് ഒരു നല്ല മെസ്സേജാണ് സമൂഹത്തിന്. പക്ഷേ ഇവിടെ സമരം ചെയ്തവർക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടാത്തതിൽ എനിക്കതുകൊണ്ട് അവർക്ക് വലിയൊരു എന്താ പറയുക, എനിക്ക് നിരാശയാണ് അതുകൊണ്ടത് അത്ര വിജയിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ഇത് മാത്രമാണ് ഇപ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കുന്നത്. കഞ്ചിക്കോട് പെപ്സി എന്ന് വെച്ചാൽ വ്യവസായ ഇതിൻ്റെ മേഖലയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ ഇതനുസരിച്ച് വ്യവസായ മേഖലയിൽ എന്ത് വന്നാലും അത് സർക്കാർ ഉത്തരവാദിയാണ്. അപ്പോൾ അതിൽ കുടിവെള്ളം കൂട്ടിയാലും ശരി, ഇനി വേറെ എന്തെങ്കിലും സംഭവിച്ചാലും അത് കഞ്ചിക്കോട് പെപ്സി വ്യവസായ മേഖലയിൽ വന്നുകൊണ്ടാണ് അതിനെതിരെ അതിന് സമരം ഉണ്ടായിരുന്നു. ഇതേ ടീം തന്നെ അവിടെയും സമരം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമരം നടത്തി വിജയിക്കില്ല എന്ന് വെച്ചാൽ നിയമപരമായിട്ട് അതിന് നിലനിൽപ്പുണ്ടാകില്ല. അതുകൊണ്ടാണ് കഞ്ചിക്കോട് പിന്നെ ഇവർ സമരത്തിൽ നിന്ന് അന്നും സമരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതുപോലുള്ള കുടിൽകെട്ട് സമരം ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്നും ഇതിനെതിരെ സമരം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ചാൽ അവർ വെള്ളം ഇല്ലാത്തൊരവസ്ഥയിലാണ് ഒരു 10 വർഷം 12 വർഷം ഇപ്പോൾ 5-6 വർഷമായിട്ട് അത് നിർത്തി. എന്താ വെച്ചാൽ അവർക്ക് ഇനി വെള്ളം കിട്ടാൻ വഴിയില്ല. അവർക്ക് പെപ്സി ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യത്തിന് അത്ര വെള്ളം കിട്ടാൻ വഴിയില്ലായിരുന്നു. പിന്നെ പുതുശ്ശേരി പഞ്ചായത്തിലാണ് ഈ സാധനം നിൽക്കുന്നത്. പുതുശ്ശേരി പഞ്ചായത്തും ഈ റെഡ് സോൺ മേഖലയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് അവർക്ക് ഭൂഗർഭജലം അവിടെ നിന്ന് കിട്ടാൻ വഴിയില്ലായിരുന്നു. അപ്പോൾ തൊഴിലാളികൾ സമരം ഡിമാൻഡ് വെച്ച് സമരം നടത്തി. അപ്പോൾ തൊഴിലാളി സമരത്തിൻ്റെ പേരിൽ അവർ വിട്ടുപോയി. തൊഴിലാളി സമരത്തിൻ്റെ പേരും പറഞ്ഞിട്ട് പോയത് വെള്ളം കിട്ടാത്തതിൻ്റെ അവസ്ഥയാണ്. അത് പുറത്ത് പറയാൻ പറ്റാത്തതുകൊണ്ട് അവർ തൊഴിലാളികൾ തലയിൽ ഈ സമരം കയറ്റി വെച്ചിട്ട് അവർ കമ്പനി പൂട്ടി പോവുകയും ചെയ്തു.
പ്ലാച്ചിമട പോലെ തന്നെയാണ് ഈ ബ്രൂവറിയുടെ ഇത്. എന്താ വെച്ചാൽ ഇവരുടെയും പിന്നെ ഉൽപ്പന്നങ്ങൾ അതിൽ ഉപയോഗിക്കുന്നത് വെള്ളമാണ്. ഈ പ്ലാച്ചിമട നമുക്ക് തന്ന വലിയ പാഠം എന്താ വെച്ചാൽ സ്വന്തം വെള്ളം കുടിക്കാൻ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കും കൃഷി ഭൂമി ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്കും എത്തിച്ച ഒരു സമരം, ഒരു സംഭവമാണ് കൊക്കക്കോളയുടെ ഫാക്ടറി പോകാതെ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അതിനേക്കാളും വലിയൊരു ദൂഷ്യഫലം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ഇതെന്ന് ഞാനറിയില്ല. സയൻറ്റിഫിക്കായിട്ട് ചില ആൾക്കാർ സംസാരിച്ചതിൽ നിന്ന് എനിക്ക് കിട്ടിയത് പ്ലാച്ചിമടയിലെ മാലിന്യം പുറന്തള്ളിയുണ്ടല്ലോ, അത് സംസ്കരിക്കുന്നതിന് 100 ഇരട്ടി എഫക്റ്റീവായിട്ടുള്ള പറഞ്ഞാൽ ദുരിതമുണ്ടാക്കുന്ന ഒരു മാലിന്യങ്ങളാണ് ഇവർ പുറന്തള്ളുക. പക്ഷേ ഇത് എവിടെ കൊണ്ട് ഇത് മാത്രമല്ല കർഷകരും കർഷക തൊഴിലാളികളുമാണ് അവിടെയും ഇരകളാകാൻ പോകുന്നത്. അത് മാത്രമല്ല ഇവർ പറയുന്നത് ഇവർ എന്തൊക്കെ രീതിയിൽ എന്ത് പറഞ്ഞാലും ഒരു ദിവസം 10 ലക്ഷം ലിറ്റർ വെള്ളം എടുക്കുന്ന എത്ര ആണെങ്കിലും ഇവർ ഭൂഗർഭ ജല ഊറ്റില്ല, അല്ലെങ്കിൽ കുഴിക്കില്ല എന്നൊക്കെ നമ്മൾ പറയുന്നെങ്കിൽ പണ്ട് പ്ലാച്ചിമടയിൽ ഇവർ പറഞ്ഞിരുന്നു അവർക്ക് അവരുടെ തുറന്ന കിണറിൽ നിന്നുള്ള വെള്ളം മാത്രം എടുത്തിട്ട് ഞങ്ങൾ ചെയ്യുക, പിന്നെ പുറത്തുനിന്ന് വെള്ളം കൊണ്ടുവരുന്നതാണ് ഈ പ്ലാച്ചിമട കൊക്കക്കോള വരുന്നത് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾ മഴവെള്ള സംഭരണി ഉണ്ടാക്കി വെള്ളം സംഭരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു അവിടെ മഴനിഴൽ പ്രദേശത്ത് എങ്ങനെയാണ് മഴവെള്ളം കിട്ടുക? ഇപ്പോൾ മഴവെള്ളം ഇവർക്ക് എന്താ വെച്ചാൽ 365 ദിവസത്തിൽ ഒരു 300 ദിവസം വെള്ളം വേണ്ടേ? അത് മാത്രമല്ല ഇതൊക്കെ വരുന്ന ഈ കമ്പനിയുടെ സാധനങ്ങൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ അരി പോലുള്ള അങ്ങനെ എന്തൊക്കെയുള്ള അവർ പറയുന്നത്, അത് കൊണ്ടുവരുന്ന വണ്ടി, പുറത്തുനിന്ന് വെള്ളം കൊണ്ടുവരുന്ന വാഹനങ്ങൾ, ഇത് കയറ്റിക്കൊണ്ടു പോകുന്ന വാഹനങ്ങൾ, ഈ ഈ ബ്രൂവറി ഉണ്ടാകുന്ന ആ ഭാഗത്തുള്ള ചെറിയൊരു റോഡാണ്. അപ്പോൾ ഇതൊക്കെ മാത്രമല്ല ഇവർ വലിയ ഇതിലോട്ട് മതിലൊക്കെ ഇട്ട് നമുക്കങ്ങനെ അവിടെ ഒരു കുഴൽക്കിണർ ഒഴിച്ചു നമുക്കങ്ങനെ പരീക്ഷിക്കാൻ പോകാം. നിങ്ങൾക്ക് ആ സ്ഥലത്ത് പോയി നോക്കിയാൽ അറിയാം, വിണ്ട് കിടക്കുന്ന ഭൂമിയാണ്. വിണ്ട് നമ്മൾ മരുഭൂമിൻ്റെ സമയമായി കരിമണ്ണ് പോലുള്ള സ്ഥലത്ത് വിണ്ട് ഇങ്ങനെ കിടക്കുന്ന ഭൂമിയാണ്. ഈ ഭൂമി പോയിട്ട് ഇവർ എങ്ങനെയാണ് ഈ വെള്ളം സംഭരിക്കുക? എത്ര വലിയ കുളം ഉണ്ടാക്കിയത്? പിന്നെ ഇവർക്ക് 22 ഏക്കറേ ഉള്ളൂ. 22 ഏക്കറിൽ നല്ലൊരു ഭാഗം ഈ ഇതുപോലെ വരണ്ട ഭൂമിയാണ്. ഇവിടെയൊക്കെ വെച്ചിട്ട് വെള്ളം സംഭരിച്ച് അത് അല്ലെങ്കിൽ തൊട്ടടുത്ത് പുഴയാണ്, കോരയാർ പുഴയാണ്, അതിൽ നിന്ന് വെള്ളം എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ നിന്ന് വെള്ളം എടുക്കേണ്ട, അതിൻ്റെ സൈഡിൽ കുഴൽക്കിണർ കുഴിക്കേണ്ടി വരും. കുഴിച്ച് ഈ മാലിന്യങ്ങൾ ഇവർ അവിടെ ഇടും. ആ ഉപയോഗശൂന്യമായ കുഴൽക്കിണറിനകത്ത് തന്നെ ഇട്ട് മൂറേണ്ടി വരും. അപ്പോൾ അത് ഇവിടെ തന്നെ ബാധിക്കും. അപ്പോൾ അത് ഇതിനേക്കാളും വലിയൊരു ദുരന്തം അവിടെയും ഉണ്ടാക്കും. അവിടെ വെച്ചാൽ കൃഷി പ്ലാച്ചിമടയിൽ അധികം ഈ കർഷകർക്കാണ് അതിൻ്റെ കൂടുതൽ ഭാഗം വിൽക്കുകയാണ് വെള്ളത്തിൽ. ഇവിടെയും ഇപ്പോഴും പഞ്ചായത്ത് ഓരോ വർഷവും 10 ലക്ഷം 12 ലക്ഷം വെച്ചിട്ടാണ് കുടിവെള്ളം വിതരണം ചെയ്തത്. ടാങ്കർ ലോറിയിൽ വെള്ളം കൊടുത്തു. ഈ ഒരു അവസ്ഥയിൽ ഇവിടെ വെള്ളം കൂടി ഇല്ലാതിരുന്ന ഒരവസ്ഥ ഇതിനേക്കാളും വലിയൊരു ദുരന്തം അതും ഉണ്ടാവും. ഇതൊക്കെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇവിടെ ഇവിടെ 2 മന്ത്രിമാർക്ക് ഇതൊക്കെ അറിയാം. ഒരു നല്ല കർഷകനാണ് കൃഷ്ണൻകുട്ടിയേട്ടൻ, ഒരു നല്ല കർഷകനാണ്, ഏറ്റവും നന്നായി കൃഷി ചെയ്യുന്ന കർഷകനാണ്, ഏറ്റവും നന്നായിട്ട് വാട്ടർ സിസ്റ്റം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന കർഷകനാണ്. പക്ഷെ അതൊക്കെ ഇവിടുത്തെ കർഷകരുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളാണ് രാജേഷ്. ഇവരിത് കൊണ്ടുവരുന്നത് അപ്പോൾ ആർക്ക് വേണ്ടിയാണെന്നാണ് ഇപ്പോൾ നമുക്ക് ചോദ്യം. ഇപ്പോൾ അവർക്ക് ഒരു കമ്പനി വന്നു കഴിഞ്ഞാൽ ഒരു 60 പേർക്ക് 50 പേർക്ക് തൊഴിൽ കിട്ടിയാൽ ഇത്രയും നമ്മൾ ഈ പാരിസ്ഥിതികമായ വലിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന് എത്ര കോടി നമുക്ക് ചിലവഴിക്കേണ്ടി വരും? അതൊന്നും ഇവർ ആലോചിക്കുന്നില്ല. അവിടെ ഒരു പഠനം നടത്തിയിട്ടില്ല, ഇതിന് ഒരു അസസ്മെൻറ്റ് പഠനം നടത്തിയിട്ടില്ല. അവിടെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ, എൻവയൺമെൻറ്റൽ അസസ്മെൻ്റ് ഇല്ല, മറ്റുള്ള കാര്യങ്ങളെല്ലാം അവിടെ സോഷ്യൽ എഫക്റ്റ് ഇല്ല, ഒന്നും പഠനം നടത്തിയിട്ടില്ല, ഒരു പഠനം നടത്തിയിട്ടില്ല. അതെങ്ങനെ വന്നു അവർ കൊടുത്തു, അവർ ഇവരുതാക്കി താല്പര്യതാക്കി ഒരു എക്സൈസിൻ്റെ ഒരു കമ്മീഷണർ കൊടുത്ത ഒരു അനുമതിയുടെ ബേലത്തിലാണ് ഇപ്പോൾ ഇതൊക്കെ സംസാരിക്കുന്നത്. അത് നിയമപരമായിട്ടൊന്നും നിൽക്കില്ല. പക്ഷേ ഇവർ എന്ത് വന്നാലും അവിടെയും ഇതിനേക്കാളും വലിയൊരു വലിയ സമരം നടക്കാൻ പോവുകയാണ്. ഇതിനേക്കാളും വലിയൊരു കേരള തലത്തിൽ ഒരു ആക്ഷൻ ഇതുപോലുള്ള അവരെ സമരസമിതിയെ സഹായിക്കാൻ വേണ്ടി പ്ലാച്ചിമടയിലെ സമരസമിതി സഹായിക്കുന്ന ഒരു സമിതി ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അവിടെ ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെയാണ് ഇതുപോലുള്ള ഈ വെള്ളം ഉപയോഗിച്ച് വരുന്ന പല സംഭവങ്ങളും ഇന്ത്യയിൽ ലോകത്ത് തന്നെ ഒരു ജലയുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. ഒന്നാമത് ഇവിടുത്തെ നമ്മുടെ ജലസ്രോതസ്സുകൾ മുഴുവൻ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു.
നമ്മുടെ കൃഷി ഒക്കെ അറിയാമല്ലോ, കൃഷിയുടെ പഴയ ഞങ്ങളൊക്കെ പറയുന്ന പൂന്തൽ പാടങ്ങൾ എന്ന് പറയാം. നമ്മൾ ഈ പാടത്തിറങ്ങിയാൽ എൻ്റെ അമ്മ കൂലിപ്പണിക്കരിയായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയെ സഹായിക്കും, കൊയ്ത്തിനൊക്കെ മുമ്പ് സഹായിക്കും. അപ്പോൾ ഇങ്ങനെ ഈ പാടത്തിൻ്റെ ഒരു ഭാഗത്ത് ഈ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കും. അവിടെ നിന്ന് നമ്മുടെ കാലൊക്കെ കുത്തി കാല് വലിച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള പാട് ഇപ്പം നമ്മൾ പോയി നോക്കിയാൽ അവിടെ ഇങ്ങനെ വിണ്ട് കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ ഭൂഗർഭജലം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലത്താണ് കൊണ്ടുപോയിട്ട് നമ്മുടെ അതായത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പിന്നെ ക്രിട്ടിക്കലായിട്ട് ഉള്ള ഏരിയയിൽ ബ്ലോക്കിൽ ആണ് ചുറ്റൂരും നിലമ്പള്ളി, അതിൻ്റെ അടിയിലാണ് ഈ സാധനം കൊണ്ടുപോയിട്ട് ബ്രൂവറി സ്ഥാപിക്കുന്നത്. ഇതൊക്കെ അതുകൊണ്ടൊന്നും അങ്ങനെയുള്ള കമ്പനികൾക്ക് ലാഭം എന്നല്ലാതെ നമ്മുടെ സമൂഹത്തിന് ഒരു ഗുണവും കിട്ടില്ല. 10, 50, 100, 200 പേർക്ക് തൊഴിൽ കിട്ടുന്നതിനപ്പുറം അതിനേക്കാളും വലിയൊരു ഇമ്പാക്റ്റ് നമ്മുടെ സമൂഹത്തിന് ഉണ്ടാക്കിയാൽ അതാണോ വലുത് ഇതാണോ വലുതെന്ന് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അത് വരുന്നതിനോട് ഞാൻ ഒരിക്കലും ചോദിക്കുന്നില്ല. നമ്മൾ ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്ത് നമ്മൾ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ സുപ്രഭാതമാണ് നമ്മൾ സപ്ലിമെൻ്റ് അതൊക്കെ ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അതാണ് നമുക്ക് ഈ വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഒരു കരുതൽ എപ്പോഴും നല്ലതാണ്. എന്താ വെച്ചാൽ വെള്ളമില്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാനേ പറ്റില്ല. ബാക്കി എന്തില്ലെങ്കിലും ജീവിക്കും. ഒരു നേരം ഭക്ഷണം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കുക. ഒരു നേരം ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മളൊരു ക്രിട്ടിക്കൽ മുന്നിലേക്ക് പോകുന്ന അവസ്ഥയിൽ നമ്മൾ ഉള്ളതിനെക്കുറിച്ച് മുഴുവൻ മറ്റുള്ളവർ കൊടുക്കുകയും അവസാനം അവൻ്റെ അടിമയായി ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിൽ ഒരിക്കലും മദ്യം കുടിച്ചിട്ടൊന്നും ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ വെള്ളം സംരക്ഷിക്കണം, അല്ലെങ്കിൽ കുടിവെള്ളം സംരക്ഷിക്കണം, നമ്മൾ റൈറ്റ് സംരക്ഷിക്കണം. അതിനിപ്പോൾ ഇവർ പറയുന്ന പോലെ തന്നെ അവർ ഗ്രാമസഭയൊക്കെ വിളിച്ചു കൂട്ടി ഇപ്പോൾ അതിനുള്ള ഇത് നടത്താൻ പോകാൻ തോന്നുന്നത് ഞാൻ കേട്ടത്. അപ്പോൾ അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അങ്ങനെ സംരക്ഷിക്കുന്ന കാര്യത്തിലൊക്കെ നമ്മൾ നിൽക്കുന്നത്. അത് എൻ്റെ അത്രയും കാലത്ത് റിപ്പോർട്ടിങ് കാലത്തെ ഒരു അനുഭവം എനിക്ക് എന്നെ മനസ്സിലാക്കി തന്നത് ഇതാണ്. വെള്ളം അമൂല്യമാണ്, അത് സംരക്ഷിക്കപ്പെടണം. അത് സർക്കാരിൻ്റെ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ പിന്നെ എഴുത്തിലൂടെ മാത്രം പോരാ, പ്രവൃത്തിയിലും കൂടെ വേണം എന്നാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ പെപ്സി വെള്ളം അവർക്ക് വെള്ളം ആവശ്യത്തിന് വെള്ളം കിട്ടാത്തൊരവസ്ഥയിലാണ് അവർ പൂട്ടിപ്പോയത്. അപ്പോൾ ഈ ബ്ലൂബെറിക്ക് ഇവിടെ എടുത്ത് തന്നെ ഒരു രീതിയിലും ഇവിടെ പിടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അവർ പക്ഷെ പറഞ്ഞതെന്താ വെച്ചാൽ അവർക്ക് 600 കോടിയാണ് അവരുടെ മൂലമുടക്കുന്ന അവർ പറയുന്നത്. അതിൽ എത്രയോ ആയിരിക്കും. അത് അവർക്ക് 1 വർഷം കൊണ്ട് അല്ലെങ്കിൽ 3 വർഷം കൊണ്ട് അത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അവരുടെ കണക്കുകൂട്ടലാണ്, അവരുടെ ഒരു പഠനത്തിലാണ്. അവർക്ക് സാമ്പത്തിക മൂല്യങ്ങളാണല്ലോ അവർ അളക്കുന്നത്. അതിൻ്റെ അളവിലാണ് അവരത് ഇവിടെ വരാൻ പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതൊന്നും അതുകൊണ്ടൊന്നും ഇവർ നിൽക്കില്ല. എന്താ വെച്ചാൽ ഒരിക്കലും ഇവർക്ക് നിൽക്കാൻ പറ്റില്ല. മലമ്പുഴ വെള്ളം ഇല്ലാണ്ട് വേറൊരു വെള്ളം ഇവർക്ക് കിട്ടുമില്ല. തമിഴ്നാട്ടിൽ നിന്ന് ഒരു വെള്ളം കൊടുക്കില്ല. തമിഴ്നാട് അറിയാമല്ലോ, തമിഴ്നാട് നമുക്ക് അവകാശപ്പെട്ട പറമ്പക്കുള്ള ആളുകാർ വെള്ളം പോലും തരാതിരിക്കുകയാണ്. നമുക്ക് അവകാശപ്പെട്ട വെള്ളം കൃത്യമായി തരാതിരിക്കുന്ന തമിഴ്നാട്, അവിടെ നിന്ന് ഇവർ വില കൊടുത്തിട്ട് വെള്ളം വാങ്ങി ഇവർക്ക് ഒരിക്കലും കഴിയില്ല. പിന്നെ ഇവർക്ക് പുറത്തുനിന്ന് എവിടെയും വെള്ളം വാങ്ങി ഇവിടെ വെള്ളം കൊണ്ടുവന്നിട്ട് കിട്ടില്ല. അതിൻ്റെ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നത് അത് തന്നെ ഉടനെ തന്നെ അവസാനം അത് പൂട്ടിയും പോകേണ്ട ഒരു അവസ്ഥ വരും. എന്നുവെച്ചാൽ വെള്ളം കിട്ടില്ല. വെള്ളം ഒരു മുഖ്യ ഉപാധിയായിട്ടുള്ളത് കൊണ്ട് വെള്ളം കിട്ടാൻ സാധ്യമില്ല. അപ്പോൾ അത് എങ്ങനെ നിർബന്ധം പിടിച്ച് കൊണ്ടുവന്നാലും ഇവരൊരു 1-1.5 വർഷത്തിനുള്ളിൽ അത് ഇവിടുന്ന് പോകും. അപ്പോൾ അത്രയും വലിയൊരു ദുരന്തം പ്ലാച്ചിമടയേക്കാളും വലിയൊരു ദുരന്തം വിതയ്ക്കും. എലപ്പള്ളിയിലെ മണ്ണൂർക്കാടുകാർക്ക് ഒരു വലിയ ദുരന്തം കൂടി സമ്മാനിച്ചിട്ട് അവർ പോകും.